അപ്പോൾ നമ്മളിന്നൊരു കുമ്പളം ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. കുമ്പളമല്ലേ ഇവിടെ പറയാ, കുമ്പളം. കുറേ പറിച്ചിട്ട് വന്നിട്ടുണ്ട്. പറിക്കണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മളെല്ലാം സെറ്റാക്കി കഴിഞ്ഞു. പിന്നെയാണ് ഓർമ്മ വന്ന് വീഡിയോ എടുക്കാറ്. എന്താ ചെയ്യുക, നമ്മൾ ചക്കയൊക്കെ ഇതിലിട്ടുണ്ട് കേട്ടോ. മിക്സിയിൽ അടിച്ചിട്ട് ചക്കയൊക്കെ ഇട്ടുണ്ട്. ചക്ക ഇട്ടു. പിന്നെ അത് നമ്മട്ട് ജീരക ഏലക്കായി ശർക്കര ഇടുന്നു, പഞ്ചസാര ഇട്ടിട്ടുണ്ട്, കുറച്ച് റവ ഇട്ടുണ്ട്. അരിപ്പൊടി വെച്ച് ഉണ്ടാക്കാം, റവ ഇട്ടിട്ട് ഉണ്ടാക്കാം. അതെ. അപ്പം ഞങ്ങൾ റവ ഇട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് വേറെ ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. നമ്മൾ വേണേൽ മിക്സിയിലൊക്കെ അരച്ചിട്ടുണ്ട്, അതിൻ്റെ വേണേൽ സാമ്പിൾ കാണിച്ചു തരാം. നമുക്ക് ചക്ക കാണിച്ചു തരാം കേട്ടോ. നോക്കട്ടെ കുഴയ്ക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കട്ടൻ ചായ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മറ്റേ അതാവണ വരെയുള്ള ക്ഷമ കിട്ടിയില്ല. അതുകൊണ്ട് കുറച്ച് കട്ടൻ ചായ കുടിച്ചിട്ട് നമുക്കത് ഉണ്ടാക്കിയിട്ട് പിന്നെ തിന്നാൻ വിചാരിച്ചു. കട്ടൻ ചായകൾ തിളച്ച് ഇതാ വരുന്നു. ചിന്നിൻ്റെ വക ചായ കേട്ടാ. കട്ടൻ ചായ ഇട്ടുണ്ട്. കട്ടൻ ചായ തിളക്കുന്ന നല്ല കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. നീ ഒരു സ്പൂൺ ഇട്ടപ്പോ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെന്തായാലും കട്ടൻ ചായ കുടിക്കാൻ വിചാരിച്ചു കേട്ടോ. എന്തായാലും കട്ടൻ ചായയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ കുമ്പളപ്പത്തിൻ്റെ കാണിക്കാം. അതിൽ വല്ല ദിവസം കട്ടൻ ചായ കുടിക്കട്ടെ. അപ്പോൾ എല്ലാവരും കട്ടൻ ചായയൊക്കെ കുടിച്ചല്ലോ അല്ലേ. അപ്പോൾ ഞാനിവിടെ കുടിക്കുകയാണ്. ഇതെന്തിട്ടാ കട്ടൻ ചായക്ക് വേറെ കടിയുണ്ട്. ഒരെണ്ണം മതി പോനു. ചക്ക വറുത്ത വേണ്ട. അപ്പോൾ കട്ടൻ ചായ അച്ചപ്പോ അവിടെ അച്ഛനോട് കൊടുക്ക്. ശർക്കര ഇടിക്കാട്ടാ. ശർക്കര ഇടിച്ച് കൊടുക്കുക. ഇത് നമ്മുടെ ഉണ്ട ശർക്കര കേട്ടോ. ഉണ്ട ശർക്കര ഉള്ളവർ അവിടെ വീട്ടിലുള്ളവരൊക്കെ കമൻറ്റ് അടിക്കി. ഉണ്ട ചക്ക 2 കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ. ഓക്കെ, ഞങ്ങൾ സാധനമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതേപോലെ ചക്ക വേണ്ട, ഞങ്ങൾ മിക്സിയിൽ കുറച്ച് അടിച്ചു കേട്ടോ. നമുക്കത് മുന്നൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അതാണ് കുമ്പളപ്പം. യൂസ് ചെയ്തത് റവയാണ്. യൂസ് ചെയ്തത് റവ, പഞ്ചസാരയാണ്. പഞ്ചസാരയല്ല, റവയായിരുന്നു അല്ലേ. സോറി ഗൈസ്. പഞ്ചസാര, റവ, ശർക്കര, തേങ്ങ, ജീരകം, ഏലക്ക പൊടിച്ചത്, ശർക്കര ഞങ്ങൾ പൊടിച്ചു കൂട്ടാ. ചുക്കുപൊടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ മണം ഗുണമൊക്കെ കിട്ടും. ഞങ്ങളെല്ലാം കൂടി അങ്ങോട്ട് ഇട്ടങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട്. അതാണ് കോട്ടയത്തെ കുമ്പളപ്പം. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ കുമ്പളപ്പം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ഇടാൻ മറക്കല്ലേ. എല്ലാവരും കമൻറ്റ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ചിന്നും അമ്മയൊക്കെ മണം ഉണ്ടോ നോക്കാം. മധുരമുണ്ടോ? അപ്പം മതി. ഓവർ മധുരമായ തിന്നാൻ പറ്റില്ല. സൂപ്പറായിട്ട് ഞങ്ങൾ മധുരം കൊണ്ട് നോക്കിയതാണ്. ചക്ക നല്ല മധുരം ഉണ്ടായിരുന്നു. അത് കുറച്ചേ ഉള്ളൂ. കുറച്ച് നമുക്ക് അരിഞ്ഞ് ചേർത്താൽ മതി. അപ്പോൾ കടക്ക് അടിക്കാൻ കിട്ടുന്നത്. ഇതെങ്ങനെ കടിക്കാനുണ്ടോ? വരിക്കച്ചക്കയില്ലേ? കുറച്ച് ഞങ്ങൾ ഈ ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് മുറിവുണ്ടേ?
ഞങ്ങൾ ആട്ടപ്പൊടി ഇടണോ? അത് മുറുകണം, ഇത് ലൂസല്ലേ. അപ്പോൾ നമ്മൾ ഞങ്ങൾ കുഴച്ച എല്ലാം സെറ്റാക്കി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഒന്ന് മുറുകാൻ വേണ്ടിയിട്ട് കുറച്ച് ആട്ടപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ലതാട്ടോ. നമുക്കൊരു ആട്ടപ്പൊടി കുറച്ച് ഇടാം. നമ്മളൊരു ആട്ടപ്പൊടി കുറച്ച് ഇടണേ കേട്ടോ, കുറച്ചിട്ടോ. ഓക്കെ, ആ ഓക്കെ അല്ലേ. നമുക്ക് ആട്ടം നോക്കാം, നമുക്ക് കുഴച്ച് നോക്കാം. ശർക്കര ഇച്ചിരി മെൽട്ടാകാനുണ്ടല്ലേ? ഉണ്ട്, കട്ടയുണ്ട്. അത് ഇടിച്ചതേ ഭയങ്കര കട്ട് ചെയ്ത് ചിരണ്ടാൻ പറ്റുന്നില്ല. ഇതായിരുന്നു കട്ട കുറച്ചുകൂടി ഇടിച്ചാൽ മതിയായിരുന്നു. ഇനി അടുത്തോളുമായിരിക്കും. ചൂടടിക്കുമ്പോൾ വലിയില്ലേ പോരല്ലോ അല്ല അവനെ. ജീവിതത്തിൻ്റെ എടുക്കേണ്ട ചൊവയുണ്ട് അവനെ. ഉണ്ടായിരുന്നു, ഇനി പൊട്ടിയിട്ടുണ്ട് കുറഞ്ഞോ അറിയത്തില്ല. അപ്പം ഉണ്ടായിരുന്നു. പോരെ സ്പെഷ്യലാ കോട്ടയം. കുമ്പളപ്പം കോട്ടയം ഒന്നും പറയണ്ട, എല്ലാത്തിനും തന്നെ. ചിന്നിൻ്റെ അമ്മയായിട്ട് ഉണ്ടാക്കണേ ജയന്തിയമ്മ സ്പെഷ്യൽ സാധനം പറയുന്നത് കുമ്പളപ്പം. നമ്മുടെ തൃശ്ശൂർ ഭാഗത്തൊന്നും ഇല്ല കേട്ടോ കുമ്പളപ്പം. ഞങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. ചിന്ന വീട്ടിൽ വന്നപ്പോൾ ചിന്നു ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്ക്. ചിന്നോ കുറേ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ? കുമ്പളങ്ങ ഇറക്കി മടിയാ. കുമ്പളപ്പം അതിൻ്റെ ഇല പറിക്കാൻ വേണ്ടി പോകണം. ഞങ്ങളുടെ അവിടെ വലിയൊരു മരമാണ്. ആ മരത്തിൽ കയറാൻ തന്നെ ഭയങ്കര പാടാണ്. എന്നിട്ട് ഞാൻ കയറി പറിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസം അവിടെ കാണിക്കട്ടോ. നമ്മുടെ വീട്ടിൽ പോയി. അപ്പോൾ കോട്ടയത്തുള്ളത് നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ ഒരു വട്ടം ഉണ്ടാക്കുമ്പോൾ കുമ്പളല്ലേ ഉണ്ടാക്കിയ മണമുള്ളൂ. വിഷുവിന് അട ഉണ്ടാക്കാൻ വേണ്ടി എന്തൊരു ഇലയുണ്ട്. അത് നല്ലൊരു അല്ലേ. ആ ഇലന്റെ പേര് അറിയണേ എല്ലാവരും പറയാം. നമ്മുടെ തൃശ്ശൂരുകാരൊക്കെ ഒരു ഇലയിൽ കുമ്പളപ്പം ഉണ്ടാക്കുമല്ലോ. അല്ല വിഷുവിന് നമ്മൾ അട ഉണ്ടാക്കുമല്ലോ. അതെന്താ അല്ലേ? ഇത് ഈ ഇലല്ല. ആ അതെ, ഇതിന്റെ പേര് നിങ്ങളുടെ അവിടെ എന്താ പറയാന്ന് പറയണേ. എല്ലാവരും കമന്റ് ഇടണം കേട്ടോ. അതാ ഈ സാധനം. നമ്മുടെ അവിടെ വിഷുവിന് അട ഉണ്ടാക്കുന്നത് വേറെ ഇലയില്ല. ചിലർ വാഴൻ്റെ ഇലയിൽ ഉണ്ടാക്കും, പക്ഷെ മറ്റേ ഇലയിൽ ഇട്ടാക്കിയാൽ നല്ല മണോ. അപ്പോൾ നിങ്ങളുടെ അവിടെ ആ ഇലൻ്റെ പേര് ആരെല്ലാം അറിയണേ ഒരു കമന്റ് ഇട്. ഞങ്ങൾ കുഴച്ചെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതുള്ളൊരു കമന്റ് അടിക്കാൻ കേട്ടോ. ഇത് എത്ര ഉള്ള വീട്ടിലുണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കില്ല. ഇതെന്താ സാധനം? നമ്മുടെ മറ്റേ ഉണ്ട ശർക്കര കേട്ടോ. കണ്ടോ, അടിപൊളി ഉണ്ട ശർക്കര. നമ്മുടെ ചക്ക വറുത്ത് അന്നത്തെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ വീഡിയോ. തീയൊക്കെ വെച്ച് അപ്പച്ചട്ടി അടുപ്പിച്ച് കഴിഞ്ഞാൽ അപ്പച്ചട്ടി അല്ല കുമ്പളപ്പം ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇലയൊക്കെ വൃത്തിയായി കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇലയൊക്കെ നല്ല വൃത്തിയായി കഴുകി നമ്മൾ കുമ്പളപ്പം കുത്താണ്. ഇലയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വിടുക. ഇച്ചിരി അമ്മക്ക് കൊടുക്കണേ, എങ്കിൽ വേഗത്തുള്ളൂ. വലിയ ഇതായിട്ട് വന്നാൽ അത് വേഗത്തില്ല. അതേപോലെ അമക്കണം അല്ലോ. സാധാ അത്ര അമക്കണം. അതിൻ്റെ പരുവണ്ട. അതാണ് കറക്റ്റ് പരുവം. ആണ് കുമ്പളപ്പം. സീസൺ ആയതുകൊണ്ട് ഇല കിട്ടാനായിട്ടേ പറിക്കുന്നതാണ് കൊണ്ട്. ഇപ്പം എല്ലാവരും ചക്ക സീസൺ ആയതുകൊണ്ട് ഇല കിട്ടാൻ ഭയങ്കര പാടാണ്.
സംഭവം. നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആവിയിലും കൂടെ സെറ്റാക്കി എടുക്കാം. എല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. മൂടി വയ്ക്കാൻ പോകണേ. അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ നല്ല ആവി കറക്കണ കണ്ട. അപ്പോൾ നമ്മളിതാ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട്. അതാണ്ട നമ്മൾ നല്ല ആവി വരുന്നുണ്ട് കേട്ടോ. ആവിയൊക്കെ വരുമ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. ഓക്കെ, നല്ല ചൂടുണ്ട്. സംഭവം കുഴപ്പമില്ല, എല്ലാം വന്നിട്ട് സെറ്റായിട്ടുണ്ട്. ഹായ്, അപ്പോൾ നമ്മുടെ മറ്റേ കുമ്പളപ്പം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിൽ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. എന്തായാലും വേണ്ടേ? ഇതാണ് സംഭവം. അതാണ് നമ്മുടെ അടുത്ത കുമ്പളപ്പം കേട്ടോ. ഇതാണ്, ഇത് ചൂടാണേ. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കണം. ജസ്റ്റ് ഒന്ന് സാമ്പിൾ നോക്കാം. എന്തെങ്കിലും കഴിക്കുന്നത് അങ്ങനെ കാണിക്കണുള്ളൂ കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടൊക്കെ ഉണ്ട്. ആവശ്യത്തിന് മധുരം. ഓക്കെ, എല്ലാം സെറ്റ്. അപ്പോൾ ഓക്കെ, എല്ലാവരും വീഡിയോ കണ്ട് എല്ലാവരും അവിടെ ഉണ്ടാക്കണതൊക്കെ എല്ലാവരും കമൻറ്റ് ഇടാൻ മറക്കരുത്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.